സാർ, ഞാൻ രജിൽ, കണ്ണൂർ ജില്ലാ അസോസിയേഷൻ MCA കഴിഞ്ഞ ആളാണ്. കോളേജ് അധ്യാപകനായിട്ട് ജോലി ചെയ്യുകയാണ്. അപ്പോൾ ഞാൻ വ്യവസായ വകുപ്പ് മന്ത്രിയോട് ഒരു കാര്യം ചോദിക്കുകയാണ്, രാജീവ് സാറോട്. നമ്മൾക്ക് കേരളത്തിൽ ഇൻവെസ്റ്റേഴ്സ് വരാതിരിക്കുന്നതിൻ്റെ ഒരു കാരണം, നമ്മളിപ്പോൾ കേരളത്തിൽ ടൂറിസവും അതുപോലെ പ്രവാസികളുടെ ഫണ്ടൊക്കെ ഉണ്ടെങ്കിലും നമുക്ക് ലോട്ടറിയും അതേപോലെ മദ്യത്തിൻ്റെയൊക്കെ നികുതി അല്ലാതെ കാര്യമായി വരുമാനം ഇല്ല എന്നും അതുപോലെ 75% സർക്കാർ ശമ്പളം കൊടുത്ത് തീരുന്നു എന്നുള്ളൊരു പ്രതീതിയുണ്ട്. അപ്പോൾ ഇത് ഇൻവെസ്റ്റേഴ്സിനെ ഭയപ്പെടുന്നതല്ല. ഇതിന് നമുക്കൊരു മാറ്റം കൊണ്ടുവരാൻ ക്രിയാത്മകമായ ഇടപെടൽ ആവശ്യമില്ലേ? കാരണം ഇത് ഞാൻ പറയുന്ന ഒരു കാരണം വെച്ചാൽ, നമ്മൾ കേരളത്തിൽ IoT സിസ്റ്റം ഇംപ്ലിമെൻ്റ് ചെയ്ത ആദ്യത്തെ പഞ്ചായത്ത് കാട്ടാക്കട പഞ്ചായത്താണ് ഇന്ത്യയിൽ തന്നെ. അപ്പം നമുക്ക് ക്രിയാത്മകമായ മാറ്റങ്ങൾ സാധ്യമാണ്. ഇപ്പം ആ പ്രശംസ മാറി. കാരണം അതൊരു പ്രതീതിയായിരുന്നു. ഇവിടെ ഈ ബീവറേജ് ഉള്ളോ ലോട്ടറി ഉള്ളോ ആദ്യഘട്ടത്തിൽ ഇതായിരുന്നു. ഇപ്പോൾ അതിൻ്റെ പെർസെൻറ്റേജ് എന്താണ്, ഏതൊക്കെ ഇൻഡസ്ട്രി വന്നു. ഇന്നലെ സഭയിൽ തന്നെ ഈ കഴിഞ്ഞ 5 വർഷം വന്ന ലോകോത്തര കമ്പനികളെല്ലാം തന്നെ ഞാനവിടെ പറയുകയുണ്ടായി. അപ്പോൾ അത് മാറി. ഇതിപ്പോൾ ഇപ്പോഴും പഴയ കാലത്തിൻ്റെ ആ പ്രതീതിയിൽ തന്നെ ജീവിക്കുന്ന ആളുകളുടെ മനസ്സിലാണ് അതുള്ളത്. പക്ഷേ കുറേ കൂടി നമുക്ക് വിസിബിലിറ്റി കൊണ്ടുവരണം എന്നുള്ള കാര്യം ശരിയാണ്. അത് നമുക്ക് കുറേ കൂടി ശ്രമിക്കാം. അടുത്ത ചോദ്യം.